എല്ലാവർക്കും നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പഠിതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഡോക്ടർ KU വിജയരാജൻ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സാൻസ്ക്രിറ്റ്, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, കൊല്ലം. BA സംസ്കൃതം പ്രോഗ്രാമിലെ ഡിസിപ്ലിൻ കോർ കോഴ്സായ സംസ്കൃത അധ്യയന വിധിയിലെ 5ാമത്തെ ബ്ലോക്കായ യൂണിറ്റ് 1ലെ ഗദ്യപരിചയ ബാലരാമായണം ബാലകാണ്ഡം എന്ന ഭാഗമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ശ്രീ വാൽമീകി മഹർഷിയാൽ രചിക്കപ്പെട്ട ആദികാവ്യം എന്നറിയപ്പെടുന്ന രാമായണം പൊതുവെ പ്രസിദ്ധമാണ്. മഹർഷി വാൽമീകി രാമചരിതത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് 24,000 ശ്ലോകങ്ങളടങ്ങുന്ന അതിബൃഹത്തായ രാമായണം രചിക്കുകയുണ്ടായി. അതിന് പല രീതിയിലും ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പല രീതിയിലുമാണ് അത് പ്രസിദ്ധമായിട്ടുള്ളത്. അത് ശ്ലോകരൂപത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. രാമായണത്തെ ആധാരമാക്കി PS അനന്തനാരായണ ശാസ്ത്രികൾ ഗദ്യരൂപത്തിൽ എഴുതപ്പെട്ട രാമായണമാണ് ബാലരാമായണം ആയിട്ട് അറിയപ്പെടുന്നത്. ബാലരാമായണത്തിലെ ബാലകാണ്ഡത്തിൽ നിന്നും 1ാമത്തെ യൂണിറ്റിൽ ബാലരാമായണത്തിലെ 1 മുതൽ 5 വരെയുള്ള ഖണ്ഡികയാണ് ഈ പാഠഭാഗത്ത് പാഠ്യവിഷയമായിട്ട് നമുക്ക് പഠിക്കാൻ ഉള്ളത്. അല്ലെ, ആദ്യത്തെ മംഗളശ്ലോകം നോക്കാം. കല്യാണാനാം നിധാനം കലിമലപ്രമഥനം പാവനം പാവനാനാം പാധേയം യൻ മുമുക്ഷോഹോ സപതി പരപദപ്രാപ്തയെ പ്രസ്ഥിതസ്യ വിശ്രാമസ്ഥാനമേകം കവിവരവചസാം ജീവനം സജ്ജനാനാം ബീജം ധർമ്മദ്രുമസ്യ പ്രഭവതു ഭവതാം ഭൂതയെ രാമനാമ. അതിൻ്റെ അന്വയാർത്ഥം നമുക്ക് നോക്കാം. കല്യാണാനാം, മംഗളാനാം എന്ന് പറയുമ്പോൾ എല്ലാ നല്ല മംഗളപരമായിട്ടുള്ള കാര്യങ്ങൾക്കും നിധാനം എന്ന് പറയുന്നത് ആവാസഭൂമി അഥവാ ആദികാരണം, അതായത് എല്ലാ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾക്കും ആദി കാരണമായിട്ടുള്ള കലിമലപ്രമഥനം, കലിയുഗേ വർത്തമാനാനാം മലാനാം മാലിന്യാനാം ദൂരീകരണയോഗ്യം, അത് കലികാലത്ത് വരുന്ന എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കുന്നതും, പാവനാനാം പാവനം, അതായത് പരമപവിത്രം, ഏറ്റവും പവിത്രവുമായിട്ടുള്ള, പരപദപ്രാപ്തയെ പരമലക്ഷ്യസ്യ മോക്ഷസ്യ പ്രാപ്ത്യർത്ഥം, അതായത് ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളിൽ പരമപുരുഷാർത്ഥമായിട്ട് അറിയപ്പെടുന്നത് മോക്ഷം ആണ്. അപ്പോൾ ആ മോക്ഷത്തെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രസ്ഥിതസ്യ യത്നം കുർവതഃ, അതായത് ആ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി പ്രയത്നിക്കുന്ന, മോക്ഷപ്രാപ്തിരേവ കാര്യമിതി വിചിന്യ യഹ തദർത്ഥം യതതേ തസ്യ, അതായത് മോക്ഷാർത്ഥിയായ, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന, യത് മുമുക്ഷോഹോ യഹ മോക്ഷമിച്ഛതഃ തസ്യ, അതായത് ആരാണോ മോക്ഷമിച്ഛിക്കുന്നത് അവൻ, സപതി സഹസ പെട്ടെന്ന് തന്നെ, പാധേയം, അതായത് പാധേയം പതി സാധു, അതായത് വഴിയാത്രയ്ക്ക് എന്താണ് ഏറ്റവും നമുക്ക് ഇഷ്ടകരമായിട്ടുള്ളത്, ഏറ്റവും നമുക്ക് പൊതിച്ചോറായിട്ടുള്ളത്, മാർഗേ ഭോക്തും പാതും യോഗ്യം. കവിവര വചസാം, കവിശ്രേഷ്ഠാനാം വചസാം, അതായത് ശ്രേഷ്ഠരായ കവികളുടെ വാക്കുകൾ, വചനാനാം, ഏകം വിശ്രാമസ്ഥാനം, അതായത് ഏകമേവ ആശ്രയസ്ഥാനം, അവർക്കും ആ വചസ്സുകൾക്ക് ആശ്രയസ്ഥാനമായിട്ടുള്ളത് എന്താണോ, സജ്ജനാനാം, സജ്ജനാന്ന് പറയുന്നത് സദാം, അതായത് നല്ല മനുഷ്യർക്ക്, ജീവനം ജീവനഭൂതം, അതായത് ആശ്രയഭൂതമായിട്ടുള്ളതും, ധർമ്മദ്രുമസ്യ, അതായത് ധർമ്മരൂപസ്യ വൃക്ഷസ്യ, ധർമ്മരൂപം ആകുന്ന വൃക്ഷത്തിൻ്റെ ബീജം ഉത്പത്തിഭൂതമങ്കുരം, അതായത് അതിൻ്റെ ബീജമായിട്ടുള്ളതും വിത്തായിട്ടുള്ളതും, രാമനാമ ശ്രീരാമസ്യ നാമ, ആ രാമനാമമാണ്, ഭവതാം, അതായത് ഭവജ്ജനാനാം നിങ്ങൾക്കെല്ലാവർക്കും, ഭൂതയെ, അതായത് ഐശ്വര്യത്തിനായിക്കൊണ്ട്, പ്രഭവതു, അത് കാരണത്വേന ഭവതു, ആ രാമനാമം നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങൾക്കും കാരണമായി തീരട്ടെ എന്ന മംഗളശ്ലോകത്തോടു കൂടിയാണ് ഈ ബാലരാമായണം ആരംഭിക്കുന്നത്.
അതിൻ്റെ ആശയം നമുക്ക് നോക്കാം. സമസ്താനാം മംഗളാനാം നിവാസഭൂമി ഭവതി രാമമന്ത്രം. അതായത് എല്ലാ മംഗളകാര്യങ്ങളുടെയും ആവാസ സ്ഥാനമാണ് രാമമന്ത്രം എന്ന് പറയുന്നത്. തത് കലിയുഗസ്യ മാലിന്യ ദൂരീകരണേ സമർത്ഥം ഭവതി. അത് കലിയുഗത്തിലെ എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളെയും പാപങ്ങളെയും ഇല്ലാതാക്കുന്നതിന് സമർത്ഥമാണ്. ഏതന്നാമ പരിശുദ്ധേഷു വിശുദ്ധമേവ. ആ രാമനാമം എന്ന് പറയുന്നത്, രാമമന്ത്രം എന്ന് പറയുന്നത് പരിശുദ്ധങ്ങളിൽ ഏറ്റവും വിശുദ്ധമാണ്. യേ മോക്ഷപ്രാപ്തിം വാഞ്ചന്തി തേഭ്യഃ മോക്ഷദായകം ഭവതി. ആരാണോ മോക്ഷപ്രാപ്തി ആഗ്രഹിക്കുന്നത് അവർക്ക് മോക്ഷദായകമാണ് ഈ രാമനാമം. രാമനാമമന്ത്രേണ മുമുക്ഷവഃ മോക്ഷം പ്രാപ്നുവന്തി. അതായത് രാമനാമം കൊണ്ട് മോക്ഷാർത്ഥികൾ അവർ മോക്ഷത്തെ പ്രാപിക്കുന്നു. കവീന്ദ്രാണാം വചസാനാം ആശ്രയസ്ഥാനമേവ തത്. അതായത് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള കവികൾക്ക് അവരുടെ വചസ്സുകൾക്ക് ആശ്രയസ്ഥാനമാണ് ഈ രാമനാമം എന്ന് പറയുന്നത്. സജ്ജനാനാം ജീവനം ഭവതി. അതായത് സജ്ജനങ്ങൾക്ക് ജീവനമാണ് തത്. ധർമ്മരൂപസ്യ വൃക്ഷസ്യ അങ്കുരം ഭവതി രാമനാമ. അതായത് ധർമ്മരൂപമാകുന്ന വൃക്ഷത്തിൻ്റെ വിത്താണ് രാമനാമം എന്ന് പറയുന്നത്. തത് രാമനാമ യുഷ്മാകം ഐശ്വര്യായ കാരണം ഭവതു. അങ്ങനെയുള്ള രാമനാമം നിങ്ങളുടെ ഐശ്വര്യത്തിനായിട്ട് കാരണം ആയിട്ട് തീരട്ടെ. ബാലരാമായണത്തിലെ ഗദ്യഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. ഗദ്യം 1. കോസലനാംനി സമൃദ്ധമിതി ജനപദേ ലോകവിശ്രുത മനുന സ്വയം നിർമ്മിത അയോധ്യാനാമ നഗരി ആസീത്. കോസലാനാംനി സമൃദ്ധിമിതി ജനപദേ. അതായത് കോസലം എന്ന പേരായിട്ടുള്ള വളരെ ഐശ്വര്യസമൃദ്ധമായിട്ടുള്ള ജനപദത്തിൽ ലോകവിശ്രുത മനുന, അതായത് ലോകത്ത് ഏറ്റവും അറിയപ്പെടുന്ന പ്രസിദ്ധനായ മനുവിനാൽ സ്വയം നിർമ്മിത അയോധ്യാനാമ നഗരി ആസീത്. സ്വയം നിർമ്മിച്ചതായ, അതായത് മനുവിനാൽ സ്വയം നിർമ്മിച്ചതായ അയോധ്യ എന്ന നഗരി ഉണ്ടായിരുന്നു. തസ്യാം ധർമ്മപരോ വിജിതേന്ദ്രിയോ വൈശ്രവണോപമോ ലോകസ്യ പരിരക്ഷിത ദശരഥോ നാമ രാജർഷിരവർത്തത. ആ അയോധ്യ നഗരത്തിൽ ധർമ്മപരഹ, അതായത് ധർമ്മത്തെ മുഴുവനായിട്ട് പിന്തുടരുന്നവനും, വിജിതേന്ദ്രിയ, അതായത് ഇന്ദ്രിയങ്ങളെ മുഴുവനും ജയിച്ചവനും, വൈശ്രവണോപമ, അതായത് വൈശ്രവണന് തുല്യമായിട്ടുള്ളവനും, ലോകസ്യ പരിരക്ഷിത, ഈ ലോകത്തെ മുഴുവനും രക്ഷിക്കുന്നവനുമായ ദശരഥോ നാമ രാജർഷിരവർത്തത. അതായത് ദശരഥൻ എന്നു പേരായിട്ടുള്ള രാജർഷി ഉണ്ടായിരുന്നു. തസ്യച കൗസല്യ കൈകേയി സുമിത്രേതി തിസ്രോ ഭാര്യാഹ അഭവൻ. അദ്ദേഹത്തിന്, ആ രാജാവിന് കൗസല്യ, കൈകേയി, സുമിത്ര എന്ന പേരായിട്ടുള്ള 3 പത്നിമാർ, 3 ഭാര്യമാർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മഹാത്മാനസ്തസ്യ രാജർഷേഹേ സുതാർത്ഥം തപ്യമാനസ്യാപി സുതോ ന അജായത. മഹാത്മാനഃ, അത്രയും ധർമ്മപരനും അതുപോലെ തന്നെ ലോകത്തെ മുഴുവനും രക്ഷിക്കുന്നവനുമായ രാജർഷിയുമായിട്ടുള്ള ഈ മഹാത്മാവായിട്ടുള്ള ഈ ദശരഥന് സുതാർത്ഥം തപ്യമാനസ്യാപി, അദ്ദേഹം സുതാർത്ഥം, അത് പുത്രന്മാർക്ക് വേണ്ടിക്കൊണ്ട് ധാരാളം പ്രയത്നം ചെയ്തെങ്കിലും സുതോ ന അജായത, അദ്ദേഹത്തിന് പുത്രന്മാരാരും തന്നെ ഉണ്ടായില്ല. തതഃ സ രാജ പുരോധസ വസിഷ്ഠേന ഋഷ്യശൃംഗം പുരസ്കൃത്യ പുത്രാർത്ഥം യജ്ഞകർമ്മം കാരയാമാസ. അങ്ങനെ അനന്തരം ആ രാജാവ് വസിഷ്ഠ കുലഗുരുവായിട്ടുള്ള വസിഷ്ഠൻ്റെ ഉപദേശപ്രകാരം ഋഷ്യശൃംഗം പുരസ്കൃത്യ, ഋഷ്യശൃംഗൻ എന്ന ഋഷിയെ മുഖ്യ പുരോഹിതനാക്കിക്കൊണ്ട് പുത്രാർത്ഥം യജ്ഞകർമ്മം കാരയാമാസ, അദ്ദേഹം പുത്രനായിക്കൊണ്ട് ഒരു യജ്ഞം ചെയ്തു. തസ്മിൻ യജ്ഞകർമ്മണി ഹുതവഹാത് പ്രാദുർഭൂതോ ദിവ്യ പായസസമ്പൂർണം പാത്രം ദോർഭ്യാം ധാരയൻ പ്രജാപത്യഃ പുരുഷോ രാജാനം ഏവം അബ്രവീത്. തസ്മിൻ യജ്ഞകർമ്മണി, അങ്ങനെ ആ മഹത്തായ ആ യജ്ഞകർമ്മത്തിൽ നിന്ന് യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, യജ്ഞകർമ്മണി
ഹുതവഹാത് ആ അഗ്നിയിൽ നിന്നും പ്രാദുർഭൂതു എന്താ ഒരു അതിൽ നിന്നും ദിവ്യ പായസ സമ്പൂർണം പാത്രം ദോർഭ്യം ധാരയൻ, അതായത് ഒരു ദിവ്യമായ പായസം പാത്രത്തോടുകൂടി ഇരു കൈകളിലും, ദോർഭ്യ എന്ന് പറഞ്ഞാൽ ഇരു കൈകളിലും ഒരു പായസപാത്രം പിടിച്ചുകൊണ്ട് ആര് പ്രജാപത്യാഹ പുരുഷ, പ്രജാപതിയുടെ പുരുഷൻ, പ്രജാപതിയുടെ പ്രതിനിധിയായ പുരുഷൻ അതിൽ നിന്നും ആ യജ്ഞത്തിൽ നിന്നും ഉയർന്നു വരികയും രാജാനം ഏവം അബ്രവീത്, എന്നിട്ട് രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു. അബ്രവീത് എന്ന് പറയുന്നത് ലങ് ലകാരമാണ്, അത് ഭൂതകാലാർത്ഥത്തിലാണ് അബ്രവീത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദശരഥ മഹാരാജ വളരെ ആദരാതിശയത്തോടുകൂടി ആ കാഴ്ച കണ്ടുകൊണ്ട്, അതായത് ആ യജ്ഞത്തിൽ നിന്നും ഒരു പുരുഷൻ ഇരു കൈകളിലും ഒരു പായസത്തിൻ്റെ പാത്രം പിടിച്ചുകൊണ്ട് ഉയർന്നു വന്നത് കണ്ടിട്ട് ആ പുരുഷൻ ആ രാജാവിനോട് പറഞ്ഞു, നൃപശാർദൂല പ്രജാകരമിതം ദേവനിർമ്മിതം പായസം ഗൃഹാണ, അതായത് അല്ലയോ ശ്രേഷ്ഠനായ രാജാവേ, ദേവന്മാരാൽ നിർമ്മിക്കപ്പെട്ട ഈ പായസം അങ്ങ് സ്വീകരിച്ചാലും. പ്രയച്ഛ ച അനുരൂപോഭ്യ മഹിഷീഭ്യ താസു ത്വം ലപ്സ്യസേ പുത്രാൻ ഇതി, അതായത് ഇത് അനുരൂപാഭ്യോ മഹിഷീഭ്യ, അതായത് അങ്ങയുടെ പട്ടമഹിഷികൾക്ക്, അതായത് കൗസല്യ, കൈകേയി, സുമിത്ര എന്നീ മഹിഷിമാർക്ക്, പത്നിമാർക്ക് ഈ പായസം അങ്ങ് അവർക്ക് കൊടുത്താലും. താസുത്വം ലപ്സ്യസേ പുത്രൻ, ഈ പായസം സേവിച്ചതിന് ശേഷം അവരിൽ നിന്ന് അങ്ങേക്ക് ഉത്തമരായ പുത്രന്മാർ അങ്ങേക്ക് ഉണ്ടാവും. നൃപതിഹി തത് പ്രതിഗൃഹ്യ തം പുരുഷം അഭിവാദ്യ പരമയ മുത സമപൂജയേത്. അപ്പോൾ ഈ നൃപതി രാജാവ് തത് പ്രതിഗൃഹ്യ, അത് വളരെ സന്തോഷപൂർവം അത് സ്വീകരിച്ചിട്ട് തം പുരുഷം അഭിവാദ്യ, ആ പുരുഷനെ നമസ്കരിച്ചുകൊണ്ട് പരമയാ മുത, അങ്ങേയറ്റം സന്തോഷത്തോടുകൂടി, മുത എന്ന് പറയുന്നത് സന്തോഷം, അങ്ങേയറ്റം സന്തോഷത്തോടുകൂടി സമപൂജയെ, അതിനെ ആദരവോടുകൂടി അതിനെ സ്വീകരിച്ചു. പരമഭാസ്വരു ദിവ്യപുരുഷ തത്രൈവ അന്തർധതേ. അപ്പോൾ അതിനുശേഷം ആ അങ്ങേയറ്റം ശോഭയോടുകൂടിയ, ചൈതന്യത്തോടുകൂടിയ ആ ദിവ്യപുരുഷൻ അവിടെ തന്നെ അന്തർനിധാനം ചെയ്തു, അവിടെ തന്നെ അപ്രത്യക്ഷമായി. പ്രഹൃഷ്ടു നരപതി അന്തഃപുരം പ്രവിശ്യ, അത് അങ്ങേയറ്റം സന്തോഷവാനായ ആ രാജാവാകട്ടെ അന്തഃപുരം പ്രവിശ്യ, അന്തഃപുരത്തിൽ, അതായത് അന്തഃപുരത്തിലേക്ക് പ്രവേശിച്ചിട്ട് കൗസല്യായെ പായസാർത്ഥം പ്രഥമം പ്രദദോ, അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയായ കൗസല്യയ്ക്ക് ആ പായസത്തിൻ്റെ അർദ്ധഭാഗം കൊടുത്തു. ദ്വിതീയാദർദ്ധം സുമിത്രായെ ദദോ, ഇനി പായസത്തിൻ്റെ പകുതി ഭാഗത്തിലുള്ള അതിൻ്റെ പകുതി സുമിത്രയ്ക്കായി കൊടുത്തു. തതോ അവശിഷ്ടസ്യാർദ്ധം, പിന്നെ ബാക്കി വരുന്ന അർദ്ധം കൈകേയി ദത്വ, കൈകേയിക്ക് കൊടുത്തു. പുനരവശിഷ്ടം സുമിത്രായെ പ്രദദോ, പിന്നീട് ബാക്കി വന്ന അർദ്ധം ആർക്ക് കൊടുത്തു? സുമിത്രയ്ക്കായിട്ട് വീണ്ടും കൊടുത്തു. താഹ മഹീപദേഹേ ഉത്തമസ്ത്രീയ പായസം തത്പ്രാശ്യ ന ചിരേണേവ തേജസ്വിനോ ഗർഭം അനധാരയൻ, അത് കുടിച്ചിട്ട് ന ചിരേണേവ, അതായത് പെട്ടെന്ന് തന്നെ തേജസ്വിനഹ ഗർഭം അധാരയൻ, അതായത് വളരെ തേജസ്വിയായിട്ടുള്ള ആ ഗർഭത്തെ അവർ ധരിച്ചു. തതശ്ച ദ്വാദശേ മാസി നവമ്യാം തിഥൗ, അങ്ങനെ 12ാമത്തെ മാസത്തിൽ നവമ്യാം തിഥൗ, അതായത് നവമി തീയതിയിൽ പുനർവസു നക്ഷത്രേ, പുനർവസു എന്ന നക്ഷത്രത്തിൽ പഞ്ചസു ഗ്രഹേഷു സ്വച്ഛസ്ഥാനം ഗതേഷു, അതായത് ആ പഞ്ചഗ്രഹങ്ങളും ഉച്ചസ്ഥാനത്തിരിക്കുന്ന ആ നല്ല ഒരു സമയത്ത് കൗസല്യ ദിവ്യലക്ഷണ സംയുതം, അതായത് വളരെയധികം ദിവ്യ ലക്ഷണത്തോടുകൂടിയ രാമം അജനയേത്, രാമനെ ജനിപ്പിച്ചു. കൈകേയ്യാം സത്യപരാക്രമോ ഭരതോ ജജ്ഞേ, ഇനി കൈകേയിൽ സത്യപരാക്രമിയായ ഭരതനും ജനിച്ചു. സുമിത്രായെ വീരോ ലക്ഷ്മണ ശത്രുഘ്നോച്ച ജജ്ഞാതേ, ഇനി സുമിത്രയിൽ വീരന്മാരായ ലക്ഷ്മണനും ശത്രുഘ്നനും ജനിച്ചു. അങ്ങനെ 4 പുത്രന്മാർ
ഈ ദശരഥ മഹാരാജാവിന് ഉണ്ടായി. രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നീ പേരോടുകൂടിയ. ഗദ്യം 3. തേ ച രാജപുത്രാഹ, ആ രാജപുത്രന്മാർ ശൈശവമതീത്യ, അങ്ങനെ ശൈശവത്തെ അതിജീവിച്ചിട്ട്, ശൈശവദശയെ കഴിഞ്ഞിട്ട്, സാങ്കേഷു വേദേഷു ച, അതായത് അംഗങ്ങളോടുകൂടിയ, അതായത് വേദങ്ങൾ 4 ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, അതോടൊപ്പം തന്നെ വേദാംഗങ്ങൾ, ജ്യോതിഷം തുടങ്ങിയിട്ടുള്ള വേദാംഗങ്ങളും ച സർവേഷു ശാസ്ത്രേഷു, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റെല്ലാ ശാസ്ത്രങ്ങളും നൈപുണ്യം പ്രത്യപത്യന്ത, അവർ അങ്ങേയറ്റം നിപുണരായിട്ട് തീർന്നു, അവർ അതെല്ലാം സ്വായത്തമാക്കി. പരസ്പര മതിമാത്ര അനുരക്താനാം തേഷാം മധ്യേ ലക്ഷ്മണസ്യ ജ്യേഷ്ഠേ രാമേ, അങ്ങനെ പരസ്പരം ഈ 4 സഹോദരന്മാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്നേഹത്തോടു കൂടിയാണ് പെരുമാറിയിരുന്നത്. അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അനുരക്തി അത്യധികമായിരുന്നു. എന്നാലും തേഷാം മധ്യേ ലക്ഷ്മണസ്യ ജ്യേഷ്ഠേ രാമേ, എന്നാലും ലക്ഷ്മണന് ഏറ്റവും ജ്യേഷ്ഠനായിട്ടുള്ള രാമനോടായിരുന്നു കൂടുതൽ അനുരക്തി. ശത്രുഘ്നസ്യ ച ഭരതേ കാപി അസാധാരണ പ്രീതിരഭവത്, അതുപോലെ തന്നെ ശത്രുഘ്നാവട്ടെ ഭരതനോടായിരുന്നു അസാധാരണമായിട്ടുള്ള സ്നേഹം ഉണ്ടായിരുന്നത്. രാജ ദശരഥ ചതുർഭിഃ മഹാഭാഗൈഃ പുത്രൈഃ പരമപ്രീതോ ബഭൂവ, രാജാവായ ദശരഥനാവട്ടെ ചതുർഭിഃ മഹാഭാഗൈഃ പുത്രൈഃ പരമപ്രീതോ ബഭൂവ, അത് ഈ 4 പുത്രന്മാരെ കൊണ്ട്, ഈ മഹാന്മാരായ 4 പുത്രന്മാരെ കൊണ്ട് വളരെയധികം സന്തോഷവാനായി. വിവാഹാർഹേ വയഃ പ്രാപ്താനാം തേഷാം ധാരക്രിയാം പ്രതി ചിന്തയന്തി ദശരഥേ, അപ്പോൾ വിവാഹപ്രായമായ ഈ പുത്രന്മാരെക്കുറിച്ച് അവരെ വിവാഹം കഴിപ്പിക്കുന്നതിന് വേണ്ടി, ധാരക്രിയാം പ്രതി ചിന്തയന്തി, അതായത് വിവാഹം കഴിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ദശരഥൻ്റെ സമീപത്തേക്ക് വിശ്വാമിത്രോ മഹാമുനിഹി അയോധ്യാം പ്രപയതേ, അത് വിശ്വാമിത്രൻ എന്നുള്ള മഹാമുനി ഈ അയോധ്യയിൽ എത്തിച്ചേർന്നു. ഗദ്യം 4. ദശരഥ തം അതിഥിം പ്രത്യുദ്ഗമ്യ യഥാവിധി സമപൂജയേത്, ദശരഥനാവട്ടെ മഹാമുനിയായിട്ടുള്ള വിശ്വാമിത്രനെ കണ്ടിട്ട് അദ്ദേഹത്തെ യഥാവിധി അദ്ദേഹത്തെ പൂജിച്ചു. മുനിരപി പ്രതിഗൃഹ്യ താം പൂജാം, ആ പൂജയെ, ആ അതിഥി സത്കാരത്തെ യഥാവിധി അദ്ദേഹം സ്വീകരിച്ചിട്ട് പുരേ കോശേ ജനപദേ, അതായത് പുരത്തിൽ, ആ നഗരത്തിൽ, കോശേ ഖജനാവിൽ, ജനപദേ ആ ഗ്രാമത്തിൽ, ബാന്ധവേഷു അതുപോലെ തന്നെ ബന്ധുജനങ്ങളിൽ, സുഹൃത്സു അതായത് സുഹൃത്തുക്കളിൽ, രാജ്ഞഃ കുശലം പര്യപൃച്ഛത്, അതായത് രാജാവ് ഇവരോടൊക്കെ ഏത് രീതിയിലാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ ആ കുശല കാര്യങ്ങളെല്ലാം, രാജാവിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇവരോട് അന്വേഷിച്ചു. അധ ഹൃഷ്ടമനാ രാജ വിശ്വാമിത്രം ഉവാച, അത് അങ്ങേയറ്റം സന്തോഷത്തോടുകൂടി രാജാവായ ദശരഥൻ വിശ്വാമിത്രം ഉവാച, വിശ്വാമിത്രനോട് പറഞ്ഞു. ഭഗവൻ സ്വാഗതം തേ, അല്ലയോ ഭഗവൻ, അങ്ങേക്ക് ഈ അയോധ്യയിലേക്ക് സ്വാഗതം. അപുത്രസ്യേവ പുത്രജന്മ തവേദ ആഗമനം മന്യേ, അതായത് അങ്ങയുടെ ഈ ആഗമനം, ഇവിടെയുള്ള ഈ എത്തിച്ചേരൽ, ഇവിടെയുള്ള വരവ് ഏതുപോലെയാണെന്ന് പറയുന്നു. അപുത്രസ്യേവ പുത്രജന്മ, അതായത് പുത്രനില്ലാത്ത ഒരാൾക്ക് പുത്രൻ ഉണ്ടാവുന്ന ആ ഒരു പുത്രജന്മത്തെ പോലെ അത്രയധികം സന്തോഷമാണ് അങ്ങിവിടെ എത്തിച്ചേർന്നതിൽ എനിക്ക് ഉളവായിട്ടുള്ളത്. കം വാ ഭവതഃ കാമം കരവാണി ഇതി, അങ്ങയുടെ ഏതാഗ്രഹമാണ് ഞാൻ സാധിച്ചു തരേണ്ടത് എന്ന് പറഞ്ഞാലും. ഗദ്യം 5. മഹാതേജ വിശ്വാമിത്ര പ്രത്യഭാഷത, മഹാതേജസ്വിയായ ആ വിശ്വാമിത്രൻ തിരിച്ചു പറഞ്ഞു. രാജൻ സർവമേതദുപപന്നം മഹാവംശപ്രസൂതേ വസിഷ്ഠശിഷ്യേ ച ഭവതി, അല്ലയോ മഹാരാജൻ, സർവമേതദുത്പന്നം, അത് ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ ഐശ്വര്യങ്ങൾ മുഴുവനും മഹാവംശപ്രസൂതി, അതായത് ഈ അങ്ങ് അതിന് പ്രധാനപ്പെട്ട കാരണം
അങ്ങ് ഈ മഹാവംശത്തിൽ പിറന്നു എന്നുള്ളതുകൊണ്ടും വസിഷ്ഠ ശിഷ്യേച്ച ഭവതി, അതുപോലെ തന്നെ ആ വസിഷ്ഠ ശിഷ്യനായതും കൊണ്ടുമാണ് അങ്ങേക്ക് ഈ വിധത്തിലുള്ള പെരുമാറാനും അതുപോലെ തന്നെ ഈ വിധത്തിലുള്ള ഐശ്വര്യങ്ങൾ ഉണ്ടാക്കാനും അങ്ങേക്ക് സാധിച്ചിട്ടുള്ളത്. അഹം യദർത്ഥം ആഗതോസ്മി തദാകർണ്യതാം. ഇനി അദ്ദേഹത്തിൻ്റെ വരവിൻ്റെ ഉദ്ദേശം ആരോട് പറയുന്നു? ദശരഥ മഹാരാജാവിനോട് പറയുന്നു. അഹം ഞാൻ യദർത്ഥം ആഗതോസ്മി, യദർത്ഥം ആഗതോസ്മി, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്? തത് ആകർണ്യതാം, അത് തത്ത് അധികം ആകർണ്യതാം, അത് അങ്ങ് കേട്ടാലും. സിദ്ധ്യർത്ഥം നിയമ അധിഷ്ഠിത മേ സുബാഹു മാരീച്ചോ രാക്ഷസോ വിഘ്നകരോ വർത്തേതേ. അതായത് സിദ്ധിക്ക് വേണ്ടിയിട്ട്, അതായത് പരമമോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന, അതിനുവേണ്ടി തപസ് ചെയ്യുന്ന, നിയതം അധിഷ്ഠിതോ, അതായത് അങ്ങേയറ്റം നിയതമായിട്ടുള്ള ജീവിതം നയിക്കുന്ന എന്നെ, മേ സുബാഹു മാരീചോ രാക്ഷസോ, അതായത് സുബാഹുവും മാരീചൻ എന്നു പേരായിട്ടുള്ള രാക്ഷസന്മാർ, വിഘ്നകരോ വർത്തേതേ, അവർ എൻ്റെ ഈ തപസ്സിന്, ഞാൻ ചെയ്യുന്ന യജ്ഞത്തിന് തടസ്സങ്ങളുണ്ടാക്കുന്നു. വിഘ്നകരോ എന്ന് പറയുന്നത് തടസ്സങ്ങളുണ്ടാക്കുക. എന്നുവെച്ചാ മേ വ്രതമധ്യേ ക്രോധാവേശോ യുജ്യത, അതായത് ഈ വ്രതം ചെയ്യുന്ന സമയത്ത്, ഈ തപസ് ചെയ്യുന്ന സമയത്ത്, ഈ യാഗം ചെയ്യുന്ന സമയത്ത് ക്രോധാവേശ, കോപിഷ്ഠനാവുന്നത് ഒരിക്കലും നല്ലതല്ല. യുജ്യത ഇതി ശാപേന തയോർ നിവാരണം അശക്യം. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് കോപിക്കുന്നത് നല്ലതല്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് ശപിക്കാനായിട്ട് എനിക്ക് ആ സമയത്ത് സാധിക്കുകയില്ല. അതുകൊണ്ട് തയോർ വിനാശായ, അവരെ നശിപ്പിക്കുന്നതിന് വേണ്ടി, അവരെ കൊല്ലുന്നതിന് വേണ്ടി ജ്യേഷ്ഠം പുത്രം രാമം മേ ധാതുമർഹസി ഇതി, ജ്യേഷ്ഠപുത്രനായ, അതായത് മൂത്തപുത്രനായ രാമനെ എനിക്ക് തരണം, എനിക്ക് വിട്ടുതരണം, രാമനെ എന്നോടൊപ്പം അയക്കണം. രാമമ്മേ ധാതുമർഹസി ഇതി. അങ്ങനെ ഈ യൂണിറ്റിൽ 5 ഖണ്ഡികയാണ് നമുക്ക് ഇവിടെ ചർച്ച ചെയ്തത്. അതിൻ്റെ നമുക്കൊന്ന് എന്തൊക്കെ പഠിച്ചെന്ന് നമുക്കൊന്ന് പുനരാവർത്തി നമുക്ക് നോക്കാം. ആദ്യം വളരെ മനോഹരമായിട്ടുള്ള രാമനാമത്തെ സ്തുതിക്കുന്ന മംഗളശ്ലോകത്തോടു കൂടിയാണ് ഈ ബാലരാമായണം ആരംഭിച്ചിരിക്കുന്നത്. മംഗളശ്ലോകെ ശ്രീരാമം സ്തൗതി, മംഗളശ്ലോകത്തിൽ ശ്രീരാമനെ സ്തുതിക്കുന്നു. കോസലരാജ്യേ വൈവസ്വതമനുന നിർമ്മിത അയോധ്യാനാമ നഗരി ആസീത്. അതിൽ പാഠഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ ഖണ്ഡികയിൽ നമുക്ക് വരുന്നത് വൈവസ്വതമനുവിനാൽ നിർമ്മിക്കപ്പെട്ട അയോധ്യ എന്ന നഗരമുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. തത്ര ദശരഥോ നാമ രാജ്ഞെ തിസ്രഹ ഭാര്യ, അതായത് ദശരഥ എന്നുള്ള മഹാരാജാവിന് 3 ഭാര്യമാർ കൗസല്യ, കൈകേയി, സുമിത്ര ചേതി. 3 അവരുടെ പേരുകളാണ് കൗസല്യ, കൈകേയി, സുമിത്ര. ദശരഥസ്യ സന്തതി നാസീത്, ദശരഥന് സന്തതികളാരും തന്നെ ഉണ്ടായിരുന്നില്ല. തദർത്ഥം വസിഷ്ഠോപദേശേന പുത്രകാമേഷ്ടിം കാരയാമാസ, അതായത് ആ കുലഗുരുവായിട്ടുള്ള വസിഷ്ഠൻ്റെ ഉപദേശപ്രകാരം പുത്രകാമേഷ്ടി എന്നുള്ള യാഗം ചെയ്തു. കാലാന്തരെ ദശരഥസ്യ 4 പുത്രാഹ ആസൻ, അങ്ങനെ കാലാന്തരത്തിൽ ദശരഥന് 4 പുത്രന്മാരുണ്ടായി. കൗസല്യതനയ ശ്രീരാമ, കൗസല്യയുടെ പുത്രൻ ശ്രീരാമൻ. കൈകേയി ഭരത അസൂത, കൈകേയി ഭരതനെയും. സുമിത്രായി ലക്ഷ്മണ ശത്രുഘ്നോ പുത്രോ അജായതാം, സുമിത്രയ്ക്ക് ലക്ഷ്മണനും ശത്രുഘ്നൻ ഉള്ള 2 പുത്രന്മാരും ജനിച്ചു. അതിൽ ദശരഥ പുത്രന്മാരായിട്ടുള്ള ഈ 4 പേരും ആ ശൈശവദശയെ കഴിഞ്ഞിട്ട് വേദങ്ങളും വേദാംഗങ്ങളും മറ്റെല്ലാ ശാസ്ത്രങ്ങളും അവർ പഠിക്കുകയുണ്ടായി. തദേകത മഹാമുനി വിശ്വാമിത്ര രാജധാനിം ആഗതവാൻ, അങ്ങനെ ആ സമയത്ത് മഹാമുനിയായിട്ടുള്ള വിശ്വാമിത്രൻ ആ രാജകൊട്ടാരത്തിൽ എത്തുകയുണ്ടായി. വിശ്വാമിത്രം യഥോചിതം പൂജിതവാൻ, രാജാവായിട്ടുള്ള ദശരഥൻ ആ വിശ്വാമിത്രനെ നന്നായിട്ട് പൂജിച്ചു. വിശ്വാമിത്ര തസ്യ ആഗമനോദ്ദേശം രാജാനം വ്യതിജ്ഞപയത്, അതായത് വിശ്വാമിത്രൻ തൻ്റെ വരവിൻ്റെ ഉദ്ദേശം രാജാവിനോട് പറഞ്ഞു. അതായത് തൻ്റെ യജ്ഞത്തിന് വിഘ്നം വരുത്തുന്ന രാക്ഷസന്മാരെ കൊല്ലുന്നതിന് വേണ്ടി രാമനെ തന്നോടൊപ്പം അയക്കണം എന്ന കാര്യമാണ് ഇവിടെ ആഗമനോദ്ദേശമായിട്ട് വിശ്വാമിത്രൻ ദശരഥ മഹാരാജാവിനോട് പറയുന്നത്. ഇപ്രകാരം
ഉള്ള ആ 5 ഖണ്ഡികയാണ് നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിൽ പഠിക്കാനായിട്ടുള്ളത്. ഗദ്യ സാഹിത്യത്തെ, സംസ്കൃതത്തിലെ ഗദ്യ സാഹിത്യത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു ബ്ലോക്കിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്. നന്ദി, ധന്യവാദ.